കലോത്സവത്തിലേക്ക് തന്നെ വരാം എന്ന് തോന്നുന്നു. മാഡത്തിന്റെ കലോത്സവ ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കണം. ഓർമ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ പങ്കുവെക്കായിരുന്നു. ഞാൻ കലോത്സവത്തിലൊന്നും പരിപാടിയിലൊന്നും അങ്ങനെ പങ്കെടുത്തിട്ടില്ല. സ്കൂൾ കാലഘട്ടത്തിലൊന്നും ഒന്നും പോയിട്ടില്ല. പിന്നെ കോളേജിൽ കുറച്ച് NCC-ലൊക്കെ കയറിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ മാം നന്നായി പാട്ട് പാടും. നന്നായി പാട്ട് പാടും. മാം രണ്ടുപേരും പാട്ട് പാടും നമുക്ക് വേണ്ടി. രണ്ടുപേരും ഏതാണ് ഇഷ്ടപ്പെട്ട ഐറ്റം? ഏതാണ് അത് നിങ്ങൾക്ക് അറിയാലോ. മാം അതിനകത്ത് വേറൊരു കാര്യം അറിയോ? ഈ മാമിന്റെ നമ്മള് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മ അതെ കല്യാണി, ഒരു കാരണവശാൽ ഇതിനെ ബ്രേക്ക് ഡാൻസ് എന്ന് വിളിച്ചു കളയരുത്. ഗംഭീര പരിപാടിയായിരുന്നു. ഇതിനെ ഫ്രീ സ്റ്റൈൽ എന്നോ ഇംപ്രോവ് എന്നോ വിളിച്ചോളൂ, പക്ഷെ ബ്രേക്ക് ഡാൻസ് അല്ലാന്ന്. മാം വേറെ കാര്യം അറിയോ മാം? ഈ കൊറിയൻ ഡ്രാമയുടെ ഒരു ജിൽസി അതിന്റെ ആളാണ്. അല്ല, എല്ലായ്പ്പോഴും അല്ല. പക്ഷേ ഈ പ്രത്യേകിച്ചും ചീഫ് സെക്രട്ടറി ആയതിനു ശേഷം അങ്ങോട്ട് അതിന് അധികം സമയം കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്കൊന്നും നോക്കും, അയവർക്കും സന്തോഷം വരും. ആകെ ഭ്രാന്തായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാന്റസി വേൾഡ്, അഴകിന്റെ വേൾഡ്, പിന്നെ കുറെ പ്രതീക്ഷയുടെയും ഒരു വേൾഡാണ്. പിന്നെ ഇതുണ്ട്. ഈ തിരക്കിനിടയിൽ ഈ പരിപാടികളൊക്കെ കാണാൻ വരുന്നുണ്ടോ? അതിന് വരണം എന്തായാലും. കുറച്ച് സമയം തൊട്ടടുത്താണല്ലോ, അതുകൊണ്ട് ഇടയ്ക്കെങ്കിലും ഒന്ന് വന്ന് കുറച്ചു നേരം ഒന്ന് കണ്ടിട്ട് പോവാം. പക്ഷെ മക്കള് രണ്ടുപേരും കലാഫീൽഡിലാണ് അല്ലെ, കലയുമായി ബന്ധമുള്ള ആൾക്കാരാണ്. മേഡം കലാകാരിയാണ്. മാഡം കലാകാരിയാണ്, പക്ഷെ കല്യാണി നർത്തകിയാണ്, പിന്നെ ശബരി ഗ്രാഫിക് ആർട്ടിസ്റ്റ്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഫാമിലി ഒരു കലാപരമായി എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കും. വേണു സാറ് നന്നായി പാട്ട് പാടും. പാട്ട് കുറച്ച് പറയുന്നില്ല. ചില സന്ദർഭങ്ങളിൽ നന്നായിട്ട് പാടും എന്ന് പറയാലോ. ഇവര് ഭയങ്കര റൊമാൻറ്റിക്, അതറിയോ? മുഴുവൻ ഇവരുടെ അല്ല, ഞാൻ അന്ന് നമ്മൾ തിരുവോണത്തിന്റെ ഒരു പരിപാടി എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഇപ്പോഴും ഈ പ്രണയം ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് സത്യത്തിൽ എങ്ങനെ സാധിക്കും? നമുക്കൊക്കെ ഒന്ന് പറഞ്ഞാ. അല്ല പ്രണയം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പരമുള്ള അറിവും വിശ്വാസവുമാണ്. അവിടെ നിന്ന് തന്നെയാണ് ഇപ്പം നല്ല ബന്ധങ്ങൾ ഉണ്ടാകുക. പിന്നെ അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും നമ്മൾ വീഴുമ്പോൾ നമ്മൾ ഉയർത്തി ഇത് പിടിക്കാനും, പിന്നെ ഇങ്ങോട്ടും അങ്ങോട്ടും പെർഫെക്റ്റ് അല്ല നമ്മൾ ഓരോരുത്തരും. അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ കുറവുകൾ എനിക്കറിയാം, എൻ്റെ കുറവുകൾക്ക് ഇഷ്ടംപോലെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് ആ കുറവുകളെ ഉൾക്കൊണ്ടും, പിന്നെ അത് ഒരു പക്ഷേ ഈ കുറവുകളിൽ നിന്ന് മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടും, മറ്റുള്ളവരെ നമ്മളെ ഇത് കാണാതിരിക്കുന്നതും ഒക്കെ തന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരു പരസ്പര ബന്ധം. ഞങ്ങളുടെ വീട്ടിലോ അപ്പൊ കൂടുതലും പെട്ടെന്ന് ദേഷ്യം വരുന്നത് വേണുവിനാണ്. സ്ഥായിയായിട്ട് ദേഷ്യം വരുന്നത് ഞാൻ നല്ല മൂഡിലായിരിക്കുമ്പോ വേണു സാർ പറയാറുണ്ട്, നല്ല മൂഡിലായിരിക്കുമ്പോ വളരെ റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് പാട്ടൊക്കെ കേട്ട് ഇങ്ങനത്തെ ഡ്രാമയൊക്കെ കണ്ട്, അല്ലാത്ത സമയത്ത് ഫുൾ ഓഫീസ് കൂടെ തലയിലേറ്റിട്ടാണ് വീട്ടിലേക്ക് പോവാറുള്ളത്. നമ്മള് ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ഒരുമിച്ച് സിനിമ കാണുക, അത് എന്താണെന്നൊന്നുമില്ല, അത് അന്വേഷിച്ച് പോയി കണ്ടെത്തുക, പിന്നെ യാത്ര ചെയ്യുക. അപ്പോൾ അതും അഗൈൻ വലിയ അജണ്ടയൊന്നും ഇല്ലാതെ ഇപ്പോൾ റോഡ് ട്രിപ്പുകളിലൊക്കെ പോവുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രേക്ക് നമുക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ തന്നെ പ്ലാനിങ് കംപ്ലീറ്റ് വേണുവാണ്. ഇപ്പം ചിലപ്പോൾ അതിന്റെ വിഷമം വരികയും ചെയ്യും, ഞാൻ മാത്രം ഇരുന്ന് പ്ലാൻ ചെയ്യുന്നു, നിങ്ങളെല്ലാരും കൂടി ഇരുന്നിട്ട്. മേഡം ഊട്ടുപുരയിലൊക്കെ പോയിരുന്നു, പഴയടത്തിന്റെ ഫുഡൊക്കെ കഴിക്കാൻ പോരുതാ? പോയിട്ടില്ല. പോണം.
ഉറപ്പായിട്ടും. ഇതിനിടെ സമയം ഉണ്ടാവുമെന്ന് അറിയാം. പക്ഷേ മാം ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്ത് ഞങ്ങൾക്ക് സന്തോഷമായി. 2 വരി കവിതയെങ്കിലും. 2 വരി കവിത. മാം ഇംഗ്ലീഷ് കവിത നന്നായിട്ട് എനിക്കറിയാം. മാമിന് ഇംഗ്ലീഷ് കവിത വലിയ ഇഷ്ടമുള്ള ആളാണ്. അതായാലും മതി ഞങ്ങൾക്ക്. അല്ലല്ല, എനിക്ക് ഇത്ര ടെൻഷൻ വരുമ്പോഴത്തേക്കും ഒന്നും വരുന്നില്ല വായിക്കാൻ. അതൊക്കെ വരും. ടെൻഷൻ അടിക്കുന്നതിനാ. കൂളായിട്ട് റിലാക്സ് ആയിട്ടൊക്കെ പാടിയാൽ മതി. എന്ന് മാത്രല്ല, ഈ കവിതയും ഇതൊക്കെയും വളരെ കുറെ ഗാംഭീര്യം നിറഞ്ഞതും കുറച്ച് വിഷമം നിറഞ്ഞതും കാര്യങ്ങളാണ്. അപ്പൊ അതാണ് എന്റെ തലയിൽ വരുന്നത്. അപ്പൊ അതിപ്പോ ഈ വേദിയിൽ പറയാൻ പറ്റിയ എന്തായാലും മാമിന് ബ്രേക്ക് ഡാൻസിന്റെ ആരാധകരായി പോയി നിങ്ങളൊക്കെ അല്ലേ? അയ്യോ, ഇതൊരു 6 മാസത്തെ ഒരു തയ്യാറെടുപ്പാണ് മാം. ഇതിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഭാഗമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 9 വർഷത്തിന് ശേഷമാണ് ഇത് വരുന്നത്. അത് ഇന്നലെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്കാർ തലസ്ഥാന നഗരികളെ മേടത്തിന് അറിയാമല്ലോ, എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഇറങ്ങും. ഇത് കേരളത്തിലെ ഏറ്റവും മികച്ച കലോത്സവമായി മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ വർഷവും നടക്കുന്ന കലോത്സവം ആ വർഷത്തെ ഏറ്റവും മെച്ചപ്പെട്ട കലോത്സവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 9 വർഷം കഴിഞ്ഞ് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ അത് ഗംഭീരമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അന്നേരം ഈ തിരക്കിനിടെ ഇത്രയും തിരക്കിനിടയിലും ഈ വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനിടയിൽ നമ്മോട് കൂടി ഭയങ്കര കൂളാണ് മാം. ഞങ്ങൾക്ക് സന്തോഷം മാം. ആ തിരക്കിനിടയിൽ നമുക്ക് വന്ന് സംസാരിച്ച് എന്തായാലും നമുക്കൊരു പാട്ടൊക്കെ ഉണ്ട്, ഒരു ഡാൻസ് ഒരു പാട്ട് വേണമെങ്കിൽ ഇതിപ്പം മലയാളം അല്ല, ഹിന്ദി അല്ല, ഇംഗ്ലീഷ് അല്ല, അപ്പൊ ഏത് ഭാഷയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. നച്ചു മൈച്ചങ് തിമിദം ഫുക്താലേമാ മൈദി മീലായിദ് മലായേ ബേഗാർച്ചോ ഔനേ കാലിമാ. കൊറിയൻ ഭാഷ അറിയോ മാം? എന്നാലും ഇത് പഠിച്ചു വെച്ചല്ലോ. ഇത് കൊറിയനൊന്നുമല്ല, ഇത് നേപ്പാളിയാ. നമുക്കറിയത്തില്ലല്ലോ. നാച്ചോ മൈച്ചിങ് എന്ന് പറഞ്ഞു. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് നന്ദി. എനിക്ക്